കണ്ടുപിടിയനായി, കഞ്ചാവോളിയായി, രാജ്യദ്രോഹിയായി, LTT വിഭാഗത്തിൽപ്പെട്ടവനായി, എല്ലാമായി എന്നല്ല, എല്ലാം ആക്കി എന്നാണ് അവിടെ പറയേണ്ടത്. അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ എന്താണ് വിചാരിച്ചത്? അങ്ങ് അടിച്ചു തകർക്കാൻ കഴിയുമെന്നാണോ? അങ്ങ് തളർത്തിയിടാൻ കഴിയുമെന്നാണോ? ആരാണ് തളർന്നത്? വേടനെതിരെ സംസാരിച്ച് NR മധു എന്ന് പറയുന്ന മുഖ്യ പത്രാധിപൻ തളർന്നു. അതേ NR മധുവിനൊപ്പം KP ശശികല വന്നു, പുള്ളിക്കാരിയും തളർന്നു. പിന്നെ കൃഷ്ണകുമാറിന്റെ ഭാര്യ തളർന്നു. പിന്നെ മേജർ രവി, പിന്നീട് MG ശ്രീകുമാർ, പിന്നെ ജാസി ഗിഫ്റ്റ്, ഇങ്ങനെയൊക്കെ വന്ന എല്ലാവരും തളർന്നു. എന്നിട്ടും വേടൻ എന്ത് സംഭവിച്ചു? വേടൻ നല്ല രീതിയിൽ വളർന്നു. വളരുക എന്ന് പറയുന്ന സാധനത്തിലേക്ക് മാറി. ഇപ്പോഴും വേടന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. എത്രയെത്ര കേസുകൾ, എത്രയെത്ര വിവാദങ്ങളിൽ കൊടുക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. കാരണം ആ വേടൻ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചതുകൊണ്ടാണ്. നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതുകൊണ്ടാണ്. നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയത് കൊണ്ട് തന്നെയാണ് വേടനെ എല്ലാവരും അംഗീകരിക്കുന്നത്. നമുക്കറിയാം, വേടന്റെ കുടുംബം ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്തിന്റെ